ലോകത്തെ ഏറ്റവും പ്രശസ്തമായ, ലോകത്തെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച അത്ഭുതകരമായ ഛായാചിത്രമാണ് മൊണാലിസ. ഒരുപക്ഷെ ഈ ഒരു പേര് കേൾക്കാത്തവരോ ഈ ചിത്രം ഒരിക്കലെങ്കിലും കാണാത്തവരോ ഭൂമിയിൽ തന്നെ വളരെ കുറവായിരിക്കും. 1503 1506 ഇടയ്ക്ക് ലിയനാർഡോ ഡാവിഞ്ചിയാണ് ഇത് വരച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ലോകത്ത് ഇതുവരെ ജീവിച്ചിരുന്നിട്ടുള്ളതിൽ ഏറ്റവും മികച്ച ചിത്രകാരന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ആളാണ് ലിയനാർഡോ ഡാവിഞ്ചി. അദ്ദേഹത്തിന്റെ തന്നെ ജീവിതത്തിലെ മാസ്റ്റർ പീസ് എന്നാണ് ഈ ചിത്രം അറിയപ്പെടുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മൊണാലിസയുടെ ഈ ചിത്രത്തെ കുറിച്ചുള്ള ഒരുപാട് ഫാക്റ്റുകളും അതുപോലെ തന്നെ അതിലെ നിഗൂഢ രഹസ്യങ്ങളുമാണ്. ഈ ചിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്ന് മൊണാലിസയുടെ ചുണ്ടിൽ വിരിയുന്ന ചിരി തന്നെയാണ്. അതിലെ നിഗൂഢത നിറഞ്ഞ സവിശേഷത ഒരുപക്ഷെ ചിത്രകാരൻ സൂക്ഷ്മമായി ചുണ്ടിന്റെയും കണ്ണിന്റെയും മൂലകളെ നിഴലാക്കിയതായിരിക്കാം. അപ്പോൾ ഈ ചിരിയെ നിർണ്ണയിക്കാൻ കഴിയാതെ വരുന്നു എന്നതാണ് വസ്തുത. സത്യത്തിൽ മൊണാലിസയുടെ ആ ചിരി യഥാർത്ഥ മനുഷ്യന്റെ ചിരിയേക്കാൾ ഹൃദ്യമാകുന്നു എന്നതാണ് ഇതിന്റെ സവിശേഷത. ഇത് കാണുന്നയാൾക്ക് ആ ചിരി യാഥാർത്ഥ്യത്തെക്കാൾ ജീവനുള്ളതായി തോന്നിപ്പോകും. അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രം ഇത്രയേറെ ലോക പ്രശസ്തമായി മാറിയത്. വേറെയും നിഗൂഢമായ നിരവധി കാര്യങ്ങൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ ചിത്രത്തിന്റെ മറ്റു സവിശേഷതയായി കണക്കാക്കപ്പെടുന്നതിൽ ഒന്ന് അലങ്കരിക്കപ്പെടാത്ത വസ്ത്രങ്ങളാണ്. കൈകൾക്കും കണ്ണുകൾക്കും മറ്റ് വിശദാംശങ്ങൾ ഒന്നും സാമ്യപ്പെടുത്തുവാൻ കഴിയില്ല. നാട്യപരമായ പ്രകൃതി ദൃശ്യവും പശ്ചാത്തലവും ഒക്കെ ലോകം കാണുന്നത് ഒരുതരം ഒഴുക്കിന്റെ രൂപത്തിലാണ്. പിന്നെ ഓയിൽ പെയിന്റ് ഉപയോഗിച്ചുള്ള കീഴ്പ്പെടുത്തുന്ന ചായക്കൂട്ടും ശക്തമായ പെയിന്റിംഗ് തന്ത്രങ്ങൾ കൊണ്ടുള്ള രമ്യമായ പ്രകൃതിയും എടുത്തു പറയേണ്ടുന്നവയാണ്. മൊണാലിസ എന്ന ചിത്രം ലോകത്തിലെ ആദ്യ 3D ചിത്രമാണെന്ന് ഒരുപക്ഷെ നിങ്ങൾ പോലും കേട്ടിട്ടുണ്ടാകില്ല. എന്നാൽ ഇതാണ് ലോകത്തിലെ ആദ്യ 3D ചിത്രമെന്ന് ഗവേഷകർ പോലും കണ്ടെത്തിയത് വളരെ കൊല്ലങ്ങൾക്ക് ശേഷമാണ്. മൊണാലിസ ചിത്രത്തെ ആദ്യം കൗതുകകരവും അതുപോലെ തന്നെ അത്ഭുതകരവുമാക്കിയത് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അകലെ നിന്ന് നോക്കുമ്പോൾ ചിരിക്കുന്ന മൊണാലിസ അടുത്തേക്ക് എത്തുമ്പോഴേക്കും വിഷാദഭാവത്തിലേക്ക് മാറുന്നു. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷതയും. ഡാവിഞ്ചി മരണപ്പെട്ട് വർഷം 500 പിന്നിടുമ്പോഴും മൊണാലിസ ചുരുളഴിയാത്ത രഹസ്യമായി തന്നെ നിലനിൽക്കുന്നു. ആരാണ് മൊണാലിസ? ആ പുഞ്ചിരിയിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢത എന്താണ്? ചോദ്യങ്ങൾ അനവധിയാണ്. ലോകമെമ്പാടുമുള്ള കലാപ്രേമികൾ വർഷങ്ങളായി ഉത്തരം തേടുന്ന ചോദ്യങ്ങളാണിവ. ചിത്രത്തിന് ആധാരമെന്ന് കരുതുന്ന യുവതിക്ക് അന്ന് 24 വയസ്സുണ്ടായിരുന്നുവെന്നാണ് സൂചനകൾ. ഇതൊന്നും വസ്തുതകളല്ല, ചരിത്രകാരന്മാർ കണ്ടെത്തിയ വാദങ്ങൾ മാത്രമാണ്. ഡാവിഞ്ചി ആരെ മോഡലാക്കിയാണ് ചിത്രം വരച്ചതെന്നതിനും സാങ്കേതികമായ തെളിവുകളൊന്നും തന്നെയില്ല. മോഡൽ ഒരു സ്ത്രീ ആയിരുന്നില്ലെന്നും ഡാവിഞ്ചിയുടെ സഹായിയായ പുരുഷനാണെന്നുമുള്ള വാദഗതികളും നിലവിലുണ്ട്. മാർക്യൂ ഡെൽഗിയോ കോണ്ട എന്ന ഫ്ലോറൻസുകാരിയായ പ്രഭുവിന്റെ പത്നിയാണ് മൊണാലിസയ്ക്ക് മാതൃകയായതെന്ന് ചിലർ കരുതുന്നു. ജീവിച്ചിരിക്കുന്ന സുന്ദരിമാരെക്കാളും സൗന്ദര്യവതിയായി ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഈ ചിത്രം ഇന്നും തുടരുന്നു. 500 വർഷങ്ങളായി ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിലെ ലൂവർ മ്യൂസിയത്തിലെ ചില്ലുപേടകത്തിലാണ് ജീവനില്ലാത്ത ലോകസുന്ദരി. കാലം ഇത്രയും കടന്നുപോയെങ്കിലും ചിത്രത്തിന്റെ മൂല്യനിർണയം പോലും നടത്തിയിട്ടില്ല. ഇത് അമൂല്യമാണെന്ന് കരുതപ്പെടുന്നു. എല്ലാ കാലാവസ്ഥകളെയും അതിജീവിക്കുവാൻ ശേഷിയുള്ള മുറിയിൽ ഏകദേശം $7 മില്യൺ ചിലവിൽ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന പെയിന്റിങ്ങിന് 500 വർഷത്തിൽ കൂടുതലാണ് പഴക്കം. 1911 ഇത് മോഷണം പോവുകയും 2 വർഷത്തിന് ശേഷം കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 1956 പെയിന്റിങ്ങിന് നേരെ ആരോ കല്ല് വലിച്ചെറിഞ്ഞതിനാൽ ഇടത് കൈമുട്ടിനടുത്ത് കേടുപാടുകൾ പറ്റിയിട്ടുമുണ്ട്. മൊണാലിസയുടെ പേരിൽ ഡാവിഞ്ചി കോഡ് എന്ന നോവൽ ഡാൻ ബ്രൗൺ എഴുതി. മൊണാലിസയെ അധികരിച്ച് ഫ്രഞ്ച് ഭാഷയിൽ ധാരാളം സിനിമകളും സംഗീത നൃത്ത നാടകങ്ങളും ഉണ്ടായിട്ടുണ്ട്. യൂറോപ്പിലുള്ളവർ കലാ സാഹിത്യ സൃഷ്ടികളെ അമൂല്യങ്ങളായി കാണുന്നവരാണ്. അവർക്ക് ഡാവിഞ്ചി ജീവിതം കൊണ്ട് സമ്മാനിച്ച ഉദാത്തമായ കലാസൃഷ്ടിയാണ് മൊണാലിസ.